ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 16-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ദേവാസുര ഭാവങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം അസുരന്മാർ അവരുടെ അഹങ്കാരം കൊണ്ട് എന്തെല്ലാം വിധത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹത്തിന് ഒരിക്കലും അവസാനമില്ല. അവരാണെങ്കിൽ യാതൊരു നിയമവും അനുസരിക്കുന്നുമില്ല. അങ്ങനെ അവസാനം അവർ നരകങ്ങളിലേക്ക് പോയി പതിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത് 16-ാമത്തെ ശ്ലോകത്തിൽ. പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. ഒരു അസുരന്റെ ഗതി അവസാനം നരകത്തിൽ പോയി വീഴുക എന്നുള്ളതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ലോകത്തിൽ അസുരന്മാർ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അസുരന്മാർ യാതൊരു വിധിയും അനുസരിക്കാതെ സ്വന്തമായിട്ട് ആരാധനാ രീതികളൊക്കെ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരിക്കലും ശാസ്ത്രത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആരാധനാ രീതികളൊക്കെ ചെയ്യും. പുതിയ ചില സിസ്റ്റങ്ങളൊക്കെ കണ്ടുപിടിക്കും. പുതിയ യജ്ഞങ്ങൾ, പുതിയ ആരാധനാ രീതികൾ, പുതിയ തപസ്, ഇതൊക്കെ അവർ കണ്ടുപിടിക്കും. അപ്പൊ യജ്ഞവും ദാനവും തപസ്സും ശാസ്ത്രവിധി അനുസരിച്ച് വേണം നമ്മൾ അനുഷ്ഠിക്കാൻ. എന്നാൽ അസുരന്മാർ ഒരിക്കലും ശാസ്ത്രവിധികളെ അനുസരിക്കാൻ തയ്യാറല്ല. യജ്ഞവും ദാനവും തപസ്സും സ്വന്തം ഇഷ്ടപ്രകാരം അവർ ചെയ്യും. സ്വന്തം വഴികൾ അവർ നിർമ്മിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അവര് പുതിയ രീതിയാണ് അവർ കണ്ടുപിടിക്കുന്നത്. യജന്തേ നാമയജ്ഞസ്തേ ദമ്പേന അവിധിപൂർവകം. ശാസ്ത്രം അനുസരിക്കാതെ ചെയ്യുന്ന യജ്ഞത്തിനെയും ദാനത്തിനെയും തപസ്സിനെയുമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധനാ രീതികളെയാണ് അവിധിപൂർവകം എന്ന് ഭഗവാൻ പറയും. വിധിപ്രകാരമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ പുതിയ പുതിയ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ കണ്ടുപിടിക്കും. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൽ ഭൂരിഭാഗം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശാസ്ത്രവിധി അനുസരിച്ചിട്ടുള്ളതല്ല. അതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റങ്ങൾ. അത് ബുദ്ധി കുറഞ്ഞ ആളുകൾ അനുസരിക്കുകയും ചെയ്യും. പിന്നെ അതൊരു ശീലമായിട്ട് വരും. എൻ്റെ അച്ഛൻ അങ്ങനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മുത്തച്ഛൻ ആരാധിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ തറവാട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ആളുകളും അതങ്ങനെ പിന്തുടർന്നു വരും. എല്ലാ ആചാരങ്ങൾക്കും ശാസ്ത്രത്തിന്റെ സമ്മതമില്ല. എല്ലാ ആചാരങ്ങളും ശാസ്ത്രത്തിനനുസരിച്ച് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയുള്ള ആചാരങ്ങളെയാണ് ഇവിടെ ഭഗവാൻ അവിധിപൂർവകം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിധിപൂർവകം, വിധിപ്രകാരമല്ലാത്ത ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അവിധിപൂർവകമാണ് എന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിധിപ്രകാരമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരു വ്യക്തിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സ്വയം നശിപ്പിക്കുന്നതും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യജ്ഞങ്ങളും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്സുകളൊക്കെ അവർ ചെയ്യും. അസുരന്മാരുടെ തപസ്സുകളൊക്കെ അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സുകളാണ് അല്ലേ. അവർ കൈ മുറിക്കുകയും കാല് മുറിക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെയുള്ള തപസ്സുകളൊക്കെ അവര് ചെയ്യും. അത് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ മറ്റുള്ള ജീവികളെ ഇല്ലാതാക്കും, മറ്റുള്ള ജീവികളെ കൊന്നുകൊണ്ട് തപസ് ചെയ്യും, അല്ലെങ്കിൽ യജ്ഞമൊക്കെ ചെയ്യും. അതും ആസുരികമായിട്ടുള്ള തപസ്സുകളാണ് എന്നിവിടെ 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംസ്കൃത മാമാത്മ പരദേഹേഷു പ്രതിഷന്തു അഭ്യസൂയക. സ്വന്തം ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ശരീരത്തിനെ നശിപ്പിക്കാനുള്ള അവകാശമില്ല. കാരണം ഈ ശരീരം തന്നിട്ടുള്ളതും ഭഗവാനാണ്. ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള യജ്ഞങ്ങൾ ഭഗവാൻ
അല്ലെങ്കിൽ തപസ്സുകൾ ഭഗവാൻ അംഗീകരിക്കുന്നില്ല. അത് ആസുരികമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. സ്വന്തം ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, മറ്റുള്ള ജീവികളുടെ ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്സുകളൊക്കെ ആസുരികമായിട്ടുള്ള തപസ്സുകളും യജ്ഞങ്ങളുമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് യഥാർത്ഥ ധർമ്മത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. യഥാർത്ഥ ധർമ്മത്തെ അവര് പരിഹസിക്കും. ആരെങ്കിലും യഥാർത്ഥ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഭഗവത്ഗീത അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിനെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥ ധർമ്മത്തെ അവരെപ്പോഴും പഴിക്കുമെന്നാണ് പറയുന്നത്. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ധർമ്മത്തെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അത് ആസുരികമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് പറയും. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് 19ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. അവരെ വീണ്ടും വീണ്ടും ആസുരികമായിട്ടുള്ള ഗർഭപാത്രങ്ങളിലേക്കാണ് ഭഗവാൻ തള്ളിവിടുന്നത് എന്ന് പറയും. ഒരു ജീവന് ഒരു ശരീരം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. ഭഗവാനാണ് അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്നത്, ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കുന്നത്. ഒരു ജീവൻ ഏത് ശരീരം അടുത്തതായിട്ട് സ്വീകരിക്കണം എന്നുള്ളത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. 3ാമത്തെ സ്കന്ധത്തിൽ 31ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോ രേതഗണാശ്രയ. കർമ്മണ ദൈവനേത്രേണ, സ്വന്തം കർമ്മങ്ങൾ കൊണ്ടും ഭഗവാന്റെ നിർദ്ദേശപ്രകാരവുമാണ് ഒരു ജീവന് പുതിയ ശരീരം കിട്ടുന്നത്. അല്ലെങ്കിൽ ഏത് ഗർഭപാത്രത്തിലേക്കാണ് ആ ജീവൻ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ആസുരിക സ്വഭാവമുള്ളവരെ വീണ്ടും വീണ്ടും ആസുരിക ഗർഭപാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഗർഭപാത്രങ്ങളിലേക്കാണ് തള്ളിവിടുന്നത്. കാരണം എന്താണ്? അവർക്ക് ഭഗവാനെ അറിയണമെന്ന് താല്പര്യമില്ല. ഭഗവാനെ മറന്ന് അജ്ഞാനത്തിൽ ജീവിക്കണം. അതിന് പറ്റിയ ശരീരങ്ങളാണ് മൃഗങ്ങളുടെ ശരീരം. മൃഗങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഭഗവാനെ മറന്ന് അവർക്ക് മൃഗീയമായിട്ട് ജീവിക്കാൻ അതിനുള്ള അവസരം ഭഗവാൻ വീണ്ടും വീണ്ടും നൽകും എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ ജന്മങ്ങളിലും തുടർച്ചയായിട്ട് അവർക്ക് ആസുരികമായിട്ടുള്ള ജന്മങ്ങൾ കിട്ടും. ആ ജന്മങ്ങളിലൊന്നും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല എന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾക്ക് 20ാമത്തെ ശ്ലോകമാണ് അടുത്തത് വായിക്കാനുള്ളത്. ആസുരീം യോനിമാപന്ന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി. ആസുരിക സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗതി എന്താണ്? അധോഗതിയാണ്, താഴോട്ടാണ് ഗതി. അധമാം ഗതി എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾക്ക് അടുത്ത 20ാമത്തെ ശ്ലോകം വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 20ാമത്തെ ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 20. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആസുരിം യോനി മാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം. വിവർത്തനം. ഹേ കുന്തിപുത്ര, ആസുര ജീവഗണങ്ങൾ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികമധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഭാവാർത്ഥം. ഭഗവാൻ കരുണാമൂർത്തി തന്നെ, എങ്കിലും ആസുര പ്രകൃതിക്കാരിൽ ഒരിക്കലും കനികയില്ലെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികമധികം അധപ്പതിച്ച് അവസാനം പൂച്ച, നായ, പന്നി എന്നിവയുടെ ശരീരം കൈക്കൊള്ളുന്നു. വരുംകാല ഒന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാൻ ഇടയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്നും വേദങ്ങളും പറയുന്നുണ്ട്. ഈ അസുരവർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവദയാലുവെന്ന് കരുതാമെന്ന വാദം ഇവിടെ സംഗതമത്രേ. വേദാന്ത സൂത്രത്തിൽ അതിനുത്തരം കാണാം. ഭഗവാൻ അവരോട് വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിന്റെ താഴെ
നിലയിൽ ഇടുന്നതും ഭഗവാന്റെ കനിവെന്നൊരു ഉദാഹരണം മാത്രമാണ്. ചിലപ്പോൾ അദ്ദേഹം അസുര സ്വഭാവികളെ നിഗ്രഹിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഭഗവാനാൽ കൊല്ലപ്പെട്ടവർ മുക്തി നേടുന്നുവെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കംസൻ, ഹിരണ്യ കശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി ഉദാഹരണങ്ങളുണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ അസുര സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അസുരിക സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആത്യന്തികമായിട്ടുള്ള ഗതി എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് വീണ്ടും വീണ്ടും ആസുരിക ജന്മങ്ങൾ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട്. മൂഢാ ജന്മനി ജന്മനി, ഒരു ജന്മത്തിൽ എന്നല്ല പറഞ്ഞത്, ജന്മനി ജന്മനി, ജന്മങ്ങൾ തോറും ആസുരിക ശരീരങ്ങൾ തന്നെ കിട്ടും. ആസുരിക ശരീരങ്ങൾ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ശരീരങ്ങൾ അല്ലെങ്കിൽ നരകത്തിലുള്ള ശരീരങ്ങൾ, ഇതൊക്കെയാണ് ആസുര സ്വഭാവിക്ക് അവസാനം കിട്ടുന്നത്. മൂഢാ ജന്മനി ജന്മനി. ആ മൃഗങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? മൃഗങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഭഗവാനെ കുറിച്ച് അറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. മാം അപ്രാപ്യവ. മൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗതുല്യമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. മൃഗതുല്യമായിട്ടുള്ള ജീവിതം. ഒന്നുകിൽ അത് മൃഗം തന്നെയാകാം, അതുമല്ലെങ്കിൽ മനുഷ്യരൂപത്തിലാണെങ്കിൽ പോലും മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന മനുഷ്യരാകാം. അതും ആസുരികമായിട്ടുള്ള ശരീരം തന്നെയാണ്. അപ്പോൾ അവർ മൂഢരാണ്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ ഭഗവാൻ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഭഗവാൻ ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഭഗവാനില്ല. ഭഗവാൻ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം ഭഗവാൻ ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കണം, അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ അവര് കണ്ണടച്ച് പറയും ഭഗവാനില്ല, ഈശ്വരനൊന്നുമില്ല. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെ? തമസ്സല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞതുപോലെ ഇരുട്ടാണ് നല്ലത്, ഇരുട്ടിലിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അവർക്ക് ഇരുട്ടാണ് ഇഷ്ടം, അജ്ഞാനമാണ് ഇഷ്ടം, ഈശ്വരനില്ല എന്ന് പറയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയുള്ള ജന്മം അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഭഗവാൻ പറയുന്നുണ്ട്, യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമി. ഏത് വിധത്തിലാണോ നിങ്ങൾ എന്നെ സമീപിക്കുന്നത്, ഏത് ആഗ്രഹത്തോടു കൂടിയിട്ടാണോ ഒരു വ്യക്തി എന്നെ സമീപിക്കുന്നത്, അതേപടിയാണ് ഭഗവാൻ അവർക്ക് തിരിച്ച് അനുഗ്രഹം നൽകുന്നത്. ഭഗവാന് ആരോടും പക്ഷപാതവുമില്ല. ഭഗവാൻ പറയുന്നുണ്ട്, സമോഹം സർവഭൂതേഷു നമേദേശി ന പ്രിയം. എനിക്ക് ആരോടും ദേഷ്യമില്ല, എല്ലാവരോടും ഒരേപോലെ തന്നെ. അപ്പൊ നമ്മളാണ് വ്യത്യസ്ത ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തി ഭഗവാനെ വ്യത്യസ്ത രീതിയിൽ സമീപിക്കുന്നത്. ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്ക് ഭഗവാൻ ഇല്ല എന്നുള്ള ശരീരം തന്നെ, ഭഗവാനെ അറിയാതിരിക്കാനുള്ള ശരീരങ്ങളാണ് ഭഗവാൻ കൊടുക്കുന്നത്. അതും ഭഗവാന്റെ ഒരു കാരുണ്യമാണ്, അവരോടുള്ള ഒരു കാരുണ്യമാണ്. ഭഗവാൻ ഉണ്ട് എന്ന് അറിഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഭഗവാൻ അവരെ അസ്വസ്ഥരാക്കുന്നില്ല. ഭഗവാനെ മറന്നു ജീവിക്കാനുള്ള ഒരുപാട് ജന്മങ്ങൾ അവർക്ക് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. മൂഢാ ജന്മനി ജന്മനി ആസുരീം യോനി മാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ഭഗവാനെ മറന്നു തന്നെ ജീവിക്കാനുള്ള ജന്മങ്ങൾ അവർക്ക് ലഭിക്കും. അവരെങ്ങോട്ടാണ് പോകുന്നത്? തതോ യാന്തി അധമാം ഗതി. അവർ കൂടുതൽ ഈ ഭൗതിക ലോകത്ത് താഴോട്ടാണ് പോകുന്നത്. കൂടുതൽ ഇരുട്ടിലേക്കാണ് അവർ പോകുന്നത്. കൂടുതൽ നരകീയമായിട്ടുള്ള ജീവിതങ്ങളിലേക്കാണ് അവര് പോകുന്നത്. ഇതാണ് അവരുടെ ഗതി എന്ന് പറയുന്നത്. പിന്നീട് എപ്പോഴാണ് അവർക്ക് ഉയർന്നു വരാനുള്ള സാധ്യത കിട്ടുന്നത്? അവർക്ക് ഉയർന്നു വരാനുള്ള സാധ്യത കിട്ടുന്നത് ഏതെങ്കിലും ഭക്തന്റെ അനുഗ്രഹത്താലാണ്, അല്ലെ? ഭക്തന്മാരാണ് ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ മോചിപ്പിക്കുന്നത്. നാരദ മഹർഷിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രത്നാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടാളനെ ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുത്ത് മോചിപ്പിച്ചു. അതേപോലെ മൃഗാരി എന്ന് പറഞ്ഞിട്ടുള്ള വേട്ടക്കാരനെ
അവരൊക്കെ ആസുരിക പ്രകൃതിയിലായിരുന്നു, പക്ഷെ ആ ഒരു ഭക്തന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഭഗവാൻ തന്നെ ചില അസുരന്മാരെ വധിക്കാൻ വേണ്ടി വരാറുണ്ട്. ഭഗവാനാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും. ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട ഒരു അസുരന് പിന്നെ പുനർജന്മമില്ല, അവർക്ക് മോക്ഷം ലഭിക്കും. അപ്പോൾ ഒന്നുകിൽ അവര് ഭഗവാനാൽ വധിക്കപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തന്റെ കാരുണ്യം ഉണ്ടാകും. ചൈതന്യ മഹാപ്രഭുവും ഇന്ന് കലിയുഗത്തിൽ അവതരിച്ചിട്ടുള്ളത് അസുരികമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭഗവാന്റെ ഭക്തിയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ്. അപ്പൊ അതും കേൾക്കാതെ കലിയുഗത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന അസുരന്മാർ, ആ ഉപദേശമൊന്നും കേൾക്കാതെ ഉള്ള അസുരന്മാരെ നേരിട്ട് വധിക്കാനും ഭഗവാൻ വരുന്നുണ്ട്. അതും ഭഗവാന്റെ അനുഗ്രഹമാണ്. കൽക്കിയുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച് അവരെ വധിച്ച് അവർക്ക് മോക്ഷം നൽകും. ഭഗവാൻ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നുണ്ട്, അസുരന്മാരോടും ഭഗവാൻ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ശ്ലോകത്തിൽ എങ്ങനെയാണ് ഈ ആസുരിക ഭാവത്തിൽ എത്തിച്ചേരുന്നത്, എന്താണ് ഈ ആസുരിക സ്വഭാവത്തിന്റെ അടിസ്ഥാനം, ഒരു വ്യക്തി എങ്ങനെയാണ് അസുരനായിട്ട് മാറുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവിക സ്വഭാവത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവിക സ്വഭാവത്തെ കുറിച്ചും ആസുരിക സ്വഭാവത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് ആസുരിക സ്വഭാവത്തിൽ ഒരു വ്യക്തി, ഒരു ജീവൻ എത്തിച്ചേരുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 21, 22 ശ്ലോകങ്ങൾ, 21, 22 ശ്ലോകങ്ങൾ വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ധന്യവാദം ചോദിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ത്രിവിധം നരകസ്യാദം ദ്വാരം ദാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭസ്തസ്മാദേതത്രയം ത്യജേത്. വിവർത്തനം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. നരകത്തിന് കവാടങ്ങൾ 3 ഉണ്ട്: കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം, കാരണം അവ ആത്മാവിന്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കും. ഭാവാർത്ഥം: അസുര ജീവിതത്തിന്റെ ആരംഭം എങ്ങനെയെന്ന് ഇവയുടെ വിവരിക്കുന്നു. കാമത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കഴിയാതെ വരുമ്പോൾ ക്രോധവും ലോഭവും വർദ്ധിക്കും. ആസുരമായ നിലയിലേക്ക് വഴുതി വീഴാൻ ഇഷ്ടപ്പെടാത്ത ബുദ്ധിമാനായ ഒരാൾ ഈ 3 വൈരികളിൽ നിന്നും വിട്ടുനിൽക്കണം. ഈ ഭൗതിക ശൃംഖലയിൽ നിന്ന് മോചനം നേടാനാവാത്ത വിധം ആത്മാവിന് ദോഷം ചെയ്യും ഇവ 3. ശ്ലോകം 22 വായിക്കട്ടെ പ്രഭുജി. ഏതൈർവിമുക്തഃ കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചാരത്യാത്മനഃ ശ്രേയസ്തതോ യാതി പരാംഗതിം. വിവർത്തനം. കുന്തിപുത്ര, ഈ 3 നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. ഭാവാർത്ഥം: മനുഷ്യൻ കാമം, ക്രോധം, ലോഭം എന്നീ 3 ശത്രുക്കളെപ്പറ്റി കരുതലോടെ ഇരിക്കണം. ഒരാൾ കാമക്രോധ ലോഭങ്ങളിൽ നിന്ന് എത്ര ഒഴിഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം അയാളുടെ ജീവിതം പരിശുദ്ധമായിത്തീരും. പിന്നെ വൈദിക സാഹിത്യങ്ങളിൽ പറയുന്ന നിയമനിബന്ധനകളെ അയാൾക്കനുസരിക്കാൻ കഴിയും. മനുഷ്യ ജീവിത നിയന്ത്രണത്തിനുള്ള ഈ പ്രമാണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ക്രമേണ ആധ്യാത്മികോന്നതിയിലേക്കുയരാം. ഇങ്ങനെ കൃഷ്ണാവബോധം വരെ എത്താൻ ഭാഗ്യമുണ്ടായവന് വിജയം സുനിശ്ചയം തന്നെ. മനുഷ്യനെ വിശുദ്ധിയുടെ തലത്തിലേക്കെത്തിക്കാനാണ് വൈദിക സാഹിത്യങ്ങൾ കർമ്മത്തിന്റെയും തത്പ്രതികരണത്തിന്റെയും വഴി നിർദ്ദേശിച്ചിട്ടുള്ളത്. കാമക്രോധ ലോഭങ്ങളെ ഉപേക്ഷിക്കലത്രേ ഈ പദ്ധതിയുടെ മുഖ്യ അടിസ്ഥാനം. ഈ പ്രക്രിയയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരാം. ഭക്തിയുത സേവനം കൊണ്ട് പൂർണ്ണതയാർന്നതാണ് ആത്മസാക്ഷാത്കാരം. ആ ഭക്തിയുത സേവനം ബദ്ധനായ ജീവന്റെ മോചനം ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ടാണ് വൈദിക മതപ്രകാരം ജീവിതത്തിലെ 4 ആശ്രമചര്യകളും ചാതുർവർണ്ണ്യ വ്യവസ്ഥയും നിലവിൽ വന്നത്.
സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് അനുയോജ്യങ്ങളായി വ്യത്യസ്ത നിബന്ധനകളുണ്ട്. അവയനുസരിച്ച് ജീവിക്കുന്നവർ സ്വാഭാവികമായ ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടും. അവർ മുക്തരാവുമെന്നതിന് സംശയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ആസുരിക ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നിവിടെ പറഞ്ഞു തരുന്നുണ്ട്. 21-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന കാമ ക്രോധ തഥാ ലോഭ തസ്മാ ഏതത്രയം ത്യജേത്. 3 കാര്യങ്ങളാണ് നമ്മുടെ ആത്മാവിന്റെ ശരിയായിട്ടുള്ള സ്വഭാവത്തെ നശിപ്പിക്കുന്നത്. ആത്മാവിന് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ഭാവമാണുള്ളത്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. ദൈവിക സ്വഭാവത്തെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു. ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ദൈവിക സ്വഭാവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായ സ്തപ ആർജവം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗ, ശാന്തി, അപൈശുനം, ദയാ, ഭൂതേശ്, അലോലുപ്തം, മാർദ്ദവം, പ്രീ, അചാപനം, തേജ, ക്ഷമ, ധൃതി, ശൗചം, അദ്രോഹോ ന അതിമാനിത, ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഇതാണ് ഒരു ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം, ആത്മീയ പ്രകൃതിയിലുള്ള സ്വഭാവം, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവം. ആ സ്വഭാവം എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, എങ്ങനെയാണ് ഇല്ലാണ്ടാവുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട്. കാമവും ക്രോധവും ലോഭവും. കാമ ക്രോധ ലോഭങ്ങളാണ് ഈ ആത്മാവിന്റെ ആത്മീയ സ്വഭാവങ്ങളെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളെ നശിപ്പിക്കുന്നത് എന്നത്. ദ്വാരം നാശനമാത്മന. അതുകൊണ്ട് ഈ 3ഉം എന്താണ്? ഇത് നരകത്തിലേക്കുള്ള വാതിലുകളാണ്, അല്ലെങ്കിൽ താഴോട്ടുള്ള ജീവിതത്തിന്റെ വാതിലുകളാണ്, അധോലോകങ്ങളിലേക്കുള്ള വാതിലുകളാണ്. അധമാം ഗതി. 3 ഡോറുകളാണ്. നരകത്തിന് 3 ഡോറുകളാണ്: കാമം, ക്രോധം, ലോഭം. അപ്പൊ കാമവും ക്രോധവും ലോഭവും വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പോകുന്നത് താഴോട്ടാണ്, അധമാം ഗതിയാണ് എന്ന് മനസ്സിലാക്കി അത് 3ഉം ത്യജിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഇത് 3ഉം നമ്മൾ ഒഴിവാക്കണം. ഏത് വിധത്തിലും നമ്മൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കാമം ഉണ്ടാകുന്നത് എന്ന് 2-ാമത്തെ അധ്യായത്തിൽ 62 63 ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ അത് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് കാമവും ക്രോധവും ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. നമ്മുടെ മോഹം സാധിക്കാതെ വരുമ്പോ ഹരേ കൃഷ്ണ. യെസ്, ഭഗവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നുണ്ട് എങ്ങനെ ഒരു വ്യക്തി സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ. ഹരേ കൃഷ്ണ. എവിടെയാണ് തുടക്കം? ധ്യായതോ വിഷയാൻ പുംസ, അല്ലെ? ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് ഒരു വ്യക്തി അധപ്പതിക്കുന്നതിന്റെ പടികൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ആസുരികമായിട്ടുള്ള വഴി. ഇത് ആസുരിക സ്വഭാവമാണ്. എവിടെയാണ് തുടക്കം? ധ്യായതോ വിഷയാൻ പുംസ. ആദ്യ തുടക്കം ഭഗവാനെ അവഗണിക്കുന്നതാണ്. ഭഗവാനെ അവഗണിച്ച് എന്ത് ചെയ്തു? നമ്മൾ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇത് ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢ. ഭഗവാനെ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. മായയാ അപഹൃത ജ്ഞാന ആസുരം ഭാവം ആസുരിത എന്ന 7-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, അല്ലെ? നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ.
മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത. എപ്പോഴാണ് ഒരു വ്യക്തി ഭഗവാനെ മറന്ന് ഭഗവാനെ അവഗണിക്കുന്നത്, ഭഗവാനെ അവഗണിച്ച് എനിക്കും ഭഗവാനെ പോലെ തന്നെ ആകണം എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിലാണ് ഒരു വ്യക്തിയുടെ ബുദ്ധി നഷ്ടപ്പെടുന്നത്. അതാണ് 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് 11ാമത്തെ ശ്ലോകത്തിൽ അല്ലെ, അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. ഭഗവാനെ അവഗണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബുദ്ധി ഇല്ലാതാകും, മൂഢനായിട്ട് മാറും. അപ്പോൾ ആ വ്യക്തി എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും? വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ഏതെങ്കിലും ഒരു വിഷയം അല്ലെ. ഒന്നുകിൽ നല്ല വീട് വേണം, അല്ലെങ്കിൽ ഒരു കാറ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ വേണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഭൗതികമായി. അല്ലെങ്കിൽ വലിയ സമ്പത്ത് ഉണ്ടാകണം, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തി ഉണ്ടാകണം. ഇങ്ങനെ ഒരുപാട് വിഷയം. ആ വിഷയങ്ങൾ ഏതെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സംഘം ധ്യായതോ വിഷയാം പുംസ സംഘസ്ഥേഷു ഉപജായ, സംഘമായിട്ട് മാറും. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ്, അതിനോട് ഒരു കണക്ഷൻ നമ്മൾക്കുണ്ടാകും. ആ സംഘം എന്തായിട്ട് മാറും? സംഘ സഞ്ചായതേ കാമം. ആ സംഘത്തിൽ നിന്നാണ് കാമം ഉണ്ടാകുന്നത്, ആ അറ്റാച്ച്മെന്റിൽ നിന്ന്. അല്ല, ഒരു കാറ് വേണം വേണം എന്ന് ചിന്തിച്ച് അത് സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. എപ്പോഴാണോ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്, അതാണ് കാമം എന്ന് പറയുന്നത്. ആദ്യം ചിന്തിക്കുന്നു, വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. വീണ്ടും ചിന്തിക്കുന്ന സമയത്ത് അതിനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കും. സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് കാമം ഉണ്ടാകുന്നത്. കാമാത് ക്രോധോഭിജയതേ, കാമത്തിൽ നിന്ന് തന്നെയാണ് ക്രോധം ഉണ്ടാകുന്നത്. എപ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത്? നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും, അതിന് ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കും, അത് വേണം വേണം എന്ന് വിചാരിച്ച് അതിനെ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് അത് കിട്ടിയില്ല എന്ന് വരും. കിട്ടിയില്ലെങ്കിൽ ക്രോധമുണ്ടാകും. നമ്മൾക്ക് വലിയ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്, ക്രോധമുണ്ടാകും. അതെനിക്ക് കിട്ടിയില്ല, അത് വേറെ ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ക്രോധമുണ്ടാകും. ഇനി അത് കിട്ടിയാലോ? കിട്ടിയാൽ അത് ലോഭമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കിട്ടിയാൽ നമ്മൾ വിചാരിക്കും, ഓ ഇതല്ല, ഇതിൽ എനിക്ക് അത്ര സന്തോഷമില്ല, ഇതിനേക്കാൾ ഉപരിയായിട്ട് വേറെന്തെങ്കിലും വേണം. അപ്പൊ വീണ്ടും കൂടിയ ആഗ്രഹം ഉണ്ടാകും. കിട്ടിയാൽ ലോഭമായിട്ട് മാറും, കിട്ടിയില്ലെങ്കിൽ ക്രോധമായിട്ട് മാറും. രണ്ടും കാമത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാമാത് ക്രോധോഭിജായ ക്രോധാത് ഭവതി സമ്മോഹം. അപ്പോൾ പിന്നെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും. സമ്മോഹ സ്മൃതി വിഭ്രമ, ഭഗവാനെ പൂർണ്ണമായിട്ട് മറക്കും. ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് മറക്കും. പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കാൻ തുടങ്ങും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം, ഭഗവാനെ മറന്നിട്ടുള്ള ജീവിതത്തിനെയാണ് ബുദ്ധിനാശം അല്ലെങ്കിൽ പ്രണശ്യതി എന്ന് പറയും. ഒരു ജീവാത്മാവിന്റെ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം, അതാണ് പ്രണശ്യതി എന്ന് പറയും. അപ്പോൾ ഈ കാമത്തിന്റെയും ക്രോധത്തിന്റെയും ഒക്കെ തുടക്കം ഭഗവാനെ അവഗണിക്കുന്നതിലൂടെയാണ്. അവജാനന്തി മാമൂഢ, ഭഗവാനെ അവഗണിച്ച് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, കാമം ഉണ്ടാകുന്നു, ക്രോധം ഉണ്ടാകുന്നു, സ്മൃതി ഭ്രംശം ഉണ്ടാകുന്നു, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മറക്കുന്നു. അങ്ങനെ ഭഗവാനെ മറന്ന് ഒരുപാട് ജന്മങ്ങളിൽ അങ്ങനെ ജീവിച്ചു പോരുന്നു. മൂഢാ ജന്മനി ജന്മനി, അങ്ങനെ ഭഗവാനെ മറന്ന് ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകും. പിന്നീട് ഏതെങ്കിലും ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് വീണ്ടും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. ആ അവസരം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കാമവും ക്രോധവും ഇല്ലാതാകും. ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ കാമവും ക്രോധവും ഇല്ലാതാവും എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ശൃണ്വതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നിരന്തരമായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള കാമക്രോധങ്ങളൊക്കെ ഇല്ലാതാകും. കാരണം എന്താണ്? പരം ദൃഷ്ടാ നിവർത്തത, ഉയർന്ന കാര്യത്തിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ താഴ്ന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. പരം ദൃഷ്ടാ നിവർത്തത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കാമത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഭഗവാൻ അതിനൊരു വഴിയും പറഞ്ഞിട്ടുണ്ട്. അല്ലെ, 3ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം നമ്മുടെ മനസ്സിലുള്ള കാമത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ?
ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ഈ ശത്രുവായിട്ടുള്ള കാമത്തെ ജയിക്കുക. എങ്ങനെയാണ് ജയിക്കുക എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം. ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കാമം ഇല്ലാതാകുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേ പരം ബുദ്ധ്വ സംസ്ഥഭ്യാത്മാനം ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. ഹരേ കൃഷ്ണ. ഏവം ബുദ്ധേ പരം ബുദ്ധ. നമ്മൾ പരമമായിട്ടുള്ളതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് കാമം ഇല്ലാതാകുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? ഏറ്റവും പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം. ഏവം ബുദ്ധേ പരം ബുദ്ധ. ഏറ്റവും പരമമായിട്ടുള്ളത് എന്താണ്? ഏറ്റവും പരമമായിട്ടുള്ളത് ആരാണ് എന്ന് ഭഗവാൻ ഏറ്റവും പരമമായിട്ടുള്ളത് ആരാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. എന്നേക്കാൾ പരമമായിട്ട് ഒന്നുമില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഏറ്റവും പരമമായിട്ടുള്ളത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അർജുനനും പറയുന്നുണ്ട് പരം ബ്രഹ്മ പരം ധാമം. ഏറ്റവും പരമമായിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാമം നമ്മളെ ബാധിക്കാതെ, കാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞതിന് ശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ? ഭഗവാനെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചുമാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ഭഗവാനെ കുറിച്ച് അറിയണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ. അല്ലെ? ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തിക്ത്വാ ദേഹം പുനർജന്മ നൈതിമാമേതി സോർജുന. ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. കാരണം കാമക്രോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ കാമക്രോധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പരമമായിട്ടുള്ള ഗതി ഉണ്ടാകും എന്നാണ് ഇവിടെ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും എല്ലാം ഭഗവാൻ വളരെ ക്രമമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഏതൊരു വിമുക്ത കൗന്ദയ. ഈ കാമക്രോധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം? ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കണം. മനസ്സിൽ ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. ഭഗവാൻ പറഞ്ഞു മന്മന. മനസ്സ് ഭഗവാന് കൊടുക്കണം. എങ്ങനെയാണ് മനസ്സും ഭഗവാന് കൊടുക്കുന്നത്? ദൈവീ പ്രകൃതി ആശ്രിത. ദൈവീ പ്രകൃതിയെ ആശ്രയിച്ചാണ് നിരന്തരം മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. മഹാത്മാനസ്തു മാം പാർത്ത 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ മനസ്സ് കൊടുത്തവർ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. മഹാത്മാനസ്തു മാം പാർത്ത ദൈവീം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഭഗവാനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കി നിരന്തരമായിട്ട് അവര് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവിക പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ നമുക്ക് നിരന്തരം സേവിക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർ, ദൈവിക പ്രകൃതിയെ ആശ്രയിക്കാത്തവർ ആസുരിക പ്രകൃതിയിലേക്ക് പോകും. അവര് കാമക്രോധങ്ങളിലേക്ക് വീണുപോകും. അപ്പൊ അതിനുള്ള മാർഗം എന്താണ്? ദൈവിക പ്രകൃതിയെ ആശ്രയിക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. അതിൽ ഹരേ എന്ന് പറയുന്നത് ഈ ദൈവിക പ്രകൃതിയാണ്. അല്ലെ? ഭഗവാന്റെ ആന്തരിക ശക്തി. ആന്തരിക ശക്തിയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യശക്തി നമ്മളെ പിടിക്കുന്നില്ല. ആന്തരിക ശക്തിയെ ശരണം പ്രാപിക്കാത്തവരെയൊക്കെ ബാഹ്യശക്തി പിടിക്കും. മയ അപഹൃതജ്ഞാനാണ് അസുരീം ഭാവം ആശ്രിതാണ്. ബാഹ്യശക്തി പിടിച്ചു കഴിഞ്ഞാൽ ആസുരിക സ്വഭാവം വരും. ആസുരിക സ്വഭാവം വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗതി. എന്താണ് ഗതി? ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി. ആന്തരിക ശക്തിയെ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ബാഹ്യശക്തി നമ്മളെ പിടിക്കും. നമ്മൾ ആസുരിക സ്വഭാവത്തിലേക്ക് മാറും. ആസുരിക സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജന്മങ്ങൾ തോറും നമ്മൾക്ക് ഭഗവാനെ അറിയാതെ ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അവര് താഴോട്ട് പോകും. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ചാൻസ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഇപ്പോൾ നമ്മൾക്ക് അതിനുള്ള വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ശീലപ്രഭാതരുടെ അനുഗ്രഹം കൊണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട്
അങ്ങനെ ഒരു വലിയ അവസരമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും ദൈവിക പ്രകൃതിയിലേക്ക് പോകാനുള്ള ചാൻസ് ആണ്. ആ ദൈവിക പ്രകൃതിയാണ് നമ്മൾ ആദ്യം ഹരേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, അല്ലെ? ഭഗവാന്റെ ആന്തരിക ശക്തി രാധാറാണിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിളിക്കുന്നത്. ആ ദൈവിക പ്രകൃതി, ഭഗവത്ഗീതയിൽ രാധാറാണിയെ ദൈവിക പ്രകൃതി എന്നാണ് പറയുന്നത്, നേരിട്ട് പറയുന്നില്ല. അപ്പൊ ആ ദൈവിക പ്രകൃതിയെ നമ്മൾ ആശ്രയിക്കണം. ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിരന്തരം നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ നിൽക്കാൻ സാധിക്കും. നിരന്തരം ഭഗവാന്റെ സേവനത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോചനമുണ്ടാകും. ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? മാംസയോ അവിവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭക്തി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് മുക്തി ലഭിക്കും. അങ്ങനെ നിരന്തരം നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. ഒരു വ്യക്തി ശുദ്ധനായിട്ട് മാറും. ശുദ്ധനായാൽ മാത്രമേ ഭഗവാനെ സമീപിക്കാൻ സാധിക്കൂ, അല്ലെ? പൂതാമദ്ഭാവമാകത എന്ന് ഭഗവാൻ പറയുന്നത്. അശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി, കാമക്രോധങ്ങളോടുകൂടി നമ്മൾക്ക് ഭഗവാനെ സമീപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനെ സമീപിക്കാൻ ഒരുപാട് ജന്മങ്ങൾ എടുക്കും. മദ്ഭാവം ആകത. അങ്ങനെ ശുദ്ധരായിട്ട് ഭഗവാനെ സമീപിക്കാം. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൗതിക ലോകത്തിൽ ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏതേർ വിമുക്ത കൗന്ദേയ, ഈ ആസുരിക സ്വഭാവത്തിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ, ദൈവിക പ്രകൃതിയെ ആശ്രയിച്ച് നിരന്തരം ഭഗവാന്റെ സേവനം ചെയ്ത് കാമക്രോധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഏതേർ വിമുക്ത കൗന്ദേയ, ഇതിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ, എന്തിൽ നിന്ന്? തമോദ്വാരൈ ത്രിവിർനരം, ഈ തമോദ്വാരങ്ങളിൽ നിന്ന്, കാമക്രോധ ലോപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആചരത്യാത്മനശ്രേയ, അത് നമ്മുടെ ശ്രേയസ്സിനുള്ള വഴിയാണ്, നമ്മുടെ ഉയർച്ചയ്ക്കുള്ള വഴിയാണ്. ബ്രഹ്മണപതി എന്ന് പറയും, ആത്മീയമായിട്ടുള്ള പാത, ഭക്തി സേവനം. അങ്ങനെ ആ ഭക്തി സേവനങ്ങൾ ചെയ്ത് ക്രമേണ എന്ത് സംഭവിക്കും? ആചരത്യാത്മന, നമ്മൾ ആചരിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭഗവാന്റെ സേവനം പ്രാക്ടീസ് ചെയ്യണം. അത് ശ്രേയസ്കരമായിട്ടുള്ള വഴിയാണ്, അത് ഉയരാനുള്ള വഴിയാണ്. ഭഗവാൻ പറയുന്നുണ്ട് നമ്മൾ ഉയരണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? നമ്മൾ ഒരിക്കലും താഴോട്ട് പോകരുത്. ഉദ്ധരേ ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. എല്ലാവരും ഉയരണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉയരുന്നത്? ഭഗവാന്റെ സേവനം ചെയ്യുന്തോറും ഉയർന്നു വരും. അങ്ങനെ ഉയർന്ന് അതിനാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ഉയരാനുള്ള വഴിയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. അർജുനൻ ചോദിച്ചതും ഇത് തന്നെയായിരുന്നു, അല്ലെ? അർജുനൻ എന്തായിരുന്നു ചോദിച്ചത്? എന്റെ ശ്രേയസ്സിനായിട്ടുള്ള വഴി പറഞ്ഞു തരൂ, അല്ല? അർജുനൻ എന്ത് ചോദിച്ചിട്ടാണ് ഭഗവാന് ശിഷ്യനായത്? ഓർമ്മയുണ്ടോ ശ്ലോകം? അർജുനൻ എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം സ്വഭാവ. എന്താണ്? അർപ്പണ്യദോഷോ പഹത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസമ്മൂഢ ചേതാഹ യത് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതം മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എനിക്ക് ശ്രേയസ്സിനായിട്ടുള്ള വഴി പറഞ്ഞു തരും. യത് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതം മേ, എന്റെ ശ്രേയസ്സിനുള്ള മാർഗം ഏതാണ് അത് പറഞ്ഞു തരണം, എന്റെ ഉയർച്ചയ്ക്കുള്ള മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പൊ ആ ശ്രേയസ്സിനുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി ഭഗവാന്റെ സേവനം ആചരത്യാത്മന ശ്രേയ തതോ യാതി പരാംഗതി. അങ്ങനെ ഒരു വ്യക്തിക്ക് പരമമായിട്ടുള്ള ഗതി പ്രാപിക്കാം, പരമമായിട്ടുള്ള ഗതിയിലെത്താം. പരമമായിട്ടുള്ള ഗതി എന്താണെന്ന് 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമമായിട്ടുള്ള പദം അതേതാണ്? പരമമായിട്ടുള്ള പദം അതേതാണെന്നും ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അല്ലെ? ന തദ് ഭാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവാന്റെ ധാമമാണ് പരമമായിട്ടുള്ളത്. ആ പരമമായിട്ടുള്ള ധാമത്തിലേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരമാം ഗതി എന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള പോക്ക് അല്ലെ? വൈകുണ്ഠ പന്ഥ, വൈകുണ്ഠത്തിലേക്കുള്ള വഴി. അത് ശ്രേയസ്കരമായിട്ടുള്ള മാർഗമാണ്. നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെയാണ് ആ ശ്രേയസ്കരമായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാമക്രോധങ്ങളൊക്കെ ഇല്ലാതാകും, സ്വാഭാവികമായിട്ട് ഇല്ലാതാകും. പരം ദൃഷ്ട നിവർത്തതേ, അതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള മെത്തേഡ്. അങ്ങനെ ഒരു വ്യക്തിക്ക് പരമമായിട്ടുള്ള ധാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവർക്ക് മുക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് നമ്മൾ ശാസ്ത്രത്തെ പ്രമാണമാക്കണമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇതറിയണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നറിയണമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം. ഭഗവത്ഗീത പോലെയുള്ള ശാസ്ത്രം പഠിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കണം, അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതനുസരിക്കുന്നവരെ കുറിച്ചും അനുസരിക്കാത്തവരെ കുറിച്ചും അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.